മുതലപ്പുഴയിൽ ഉപരോധ സമരത്തിനിടെ സംഘർഷം. സമരം പുഴയിലെ മണൽ നീക്കം നിലച്ചതിനെ തുടർന്ന് ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ മത്സ്യത്തൊഴിലാളികൾ തടഞ്ഞു. എഞ്ചിനീയറിംഗ് ഓഫീസിന് നേരെയും ആക്രമണം. ഒരാൾ പോലീസ് കസ്റ്റഡിയിൽ. തപാൽ വോട്ട് തിരുത്തിയതിൽ ജി സുധാകരന് തിരിച്ചടി. ജി സുധാകരനെതിരെ കേസെടുത്ത് ആലപ്പുഴ സൗത്ത് പോലീസ്. ചുമത്തിയിരിക്കുന്നത് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ. കേസെടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഞായറാഴ്ച മുതൽ മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരപ്രദേശത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശം. പാകിസ്ഥാനെതിരെ ബ്രഹ്മോസ് മിസൈൽ പ്രയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രഹ്മോസ് അർദ്ധരാത്രിയിൽ പാകിസ്ഥാനിൽ സൂര്യൻ ഉദിപ്പിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ട്രെയിലർ മാത്രം. IMF സഹായം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് ആയുധം വാങ്ങാനെന്നും രാജ്നാഥ് സിംഗ്. തുർക്കിക്കെതിരായ നിലപാട് കടുപ്പിച്ച് ഇന്ത്യ. പുതിയ സ്ഥാനപതിക്ക് അംഗീകാരം നൽകുന്ന ചടങ്ങ് മാറ്റിവെച്ചു. തുർക്കിയുമായുള്ള അക്കാദമിക ബന്ധങ്ങൾ നിർത്തിവെക്കാൻ വൈസ് ചാൻസലർമാരോട് അസോസിയേഷൻ ഓഫ് യൂണിവേഴ്സിറ്റീസ്. തുർക്കി കമ്പനി സെൽബി സെക്യൂരിറ്റി സർവീസിന്റെ സുരക്ഷാ അനുമതി റദ്ദാക്കി. തുർക്കിയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാനും ആഹ്വാനം. കസ്റ്റഡിയിലെടുത്തയാളെ മോചിപ്പിച്ചതിൽ ജനീഷ് കുമാർ MLA-ക്കെതിരെ വനം വകുപ്പ്. ഷോക്കേറ്റ് കാട്ടാന ചരിഞ്ഞതിലെ അന്വേഷണം MLA തടസ്സപ്പെടുത്തി. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ റിപ്പോർട്ട് വനം മന്ത്രിക്ക് കൈമാറി. MLA-ക്കെതിരെ കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ. ജനീഷ് കുമാർ മുൻകൈയെടുത്ത് വനം വകുപ്പ് പിരിച്ചുവിടണമെന്ന പരിഹാസം. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ബെയിലിൻ ദാസ് റിമാൻഡിൽ. 27 വരെ റിമാൻഡ് ചെയ്തു. മഞ്ചൂർ ജില്ലാ സെഷൻ കോടതി. ശ്യാമിലി മർദ്ദിച്ചുവെന്ന് ബെയിലിൻ കോടതിയിൽ. ചെവിയിൽ അടിച്ചു. കേൾവിക്ക് തകരാറുണ്ടെന്ന വാദം. ബെയിലിൻ ദാസിന്റെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. ഇന്ത്യ സഖ്യത്തിന്റെ ഭാവി ശോഭനമല്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് P. ചിദംബരം. സഖ്യം ദുർബലമാണെന്നും നിലനിൽക്കുമോ എന്ന സംശയം. BJP ശക്തമായ പാർട്ടിയെന്നും ചിദംബരം. മലപ്പുറം കാളികാവിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ഗഫൂറിന്റെ കഴുത്തിൽ ആഴത്തിൽ കടുവയുടെ കടിയേറ്റു. മരണകാരണം ആഴത്തിലുള്ള മുറിവും രക്തം വാർന്നതും. കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. തിരുവനന്തപുരം കൈമനത്ത് ആളൊഴിഞ്ഞ പുരയിടത്തിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ. മരിച്ചത് കരുമം സ്വദേശി ഷീജ. ഷീജ താമസിച്ചിരുന്നത് സുഹൃത്ത് സജി കുമാറിനൊപ്പം. മൃതദേഹം കണ്ടെത്തിയത് സജിയുടെ വീടിന് സമീപത്തെ പറമ്പിൽ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി. ടീമിന്റെ ലൈസൻസ് റദ്ദാക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. നടപടി സ്റ്റേഡിയത്തിന്റെ സുരക്ഷ ചൂണ്ടിക്കാട്ടി.